നമസ്കാരം. രാജ്യത്തെ ഏക വനിതാ മുഖ്യമന്ത്രി ഭരിക്കുന്ന ഒരു സംസ്ഥാനത്ത് അവിടെ സ്ത്രീകൾ ഒട്ടും സുരക്ഷിതരല്ല. മമതാ ബാനർജി മുഖ്യമന്ത്രിയായിരിക്കുന്ന ബംഗാളിലെ തന്നെ സ്ത്രീകൾ ഉയർത്തുന്ന വാദമാണിത്. കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി ഭരണകക്ഷിയായ തൃണമൂൽ കോൺഗ്രസിന്റെ അഴിഞ്ഞാട്ടമാണ് ബംഗാളിലെ ഉൾഗ്രാമമായ 24 പർഗാനയിൽ നടക്കുന്നത്. 24 പർഗാനയിലെ സന്ദേശ് ഗാലി എന്ന നാട് ഇപ്പോൾ കലാപങ്ങളാൽ വെന്തുരുകുകയാണ്. തൃണമൂൽ കോൺഗ്രസിന്റെ ഗുണ്ടകൾ ഇവിടെ അഴിഞ്ഞാടുകയാണെന്നാണ് ദേശീയ മാധ്യമങ്ങൾ പറയുന്നത്. ഇറാഖ്, ഇറാൻ, പാകിസ്ഥാൻ എന്നിവിടങ്ങളിലെ സ്ത്രീകൾക്കെതിരായ അവരുടെ അതിക്രമങ്ങളെ കുറിച്ച് നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. ഇപ്പോൾ ഇതാ ഇവിടെ നമ്മുടെ പശ്ചിമ ബംഗാളിലും അതുതന്നെയാണ് സംഭവിക്കുന്നത്. ഈയിടെ ഒരു 13-കാരിയെ തൃണമൂലിന്റെ രാഷ്ട്രീയ ഗുണ്ടകൾ കൂട്ട ബലാത്സംഗം ചെയ്തു കൊന്നതോടെ ദലിതരും ആദിവാസികളുമായ പാവങ്ങളായ അമ്മമാർ സഹികെട്ട് വടിയും പന്തവുമായി തെരുവിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. അവർക്ക് വേണ്ടി ശബ്ദിക്കേണ്ടവർ നിശബ്ദത പാലിക്കുമ്പോൾ സ്വയം അതിനുവേണ്ടി മുതിരുകയല്ലാതെ എന്ത് ചെയ്യാനാണ്? ഇനിയും തങ്ങളുടെ പെൺകുട്ടികൾ സുരക്ഷിതരല്ലെന്ന ബോധം അവരെ പിന്നോട്ട് വലിക്കുന്നില്ല. ഗവർണർ CV ആനന്ദബോസ് റിപ്പോർട്ടർ തേടിയിട്ടും സംഘർഷങ്ങൾക്ക് ശമനമില്ല. ഷെയ്ഖ് ഷാജഹാൻ എന്ന തൃണമൂൽ ഗുണ്ടയെ പിടികൂടാതെ പോരാട്ടം അവസാനിപ്പിക്കില്ല എന്നാണ് അമ്മമാരുടെ നിലപാട്. എന്നാൽ മമതാ സർക്കാർ ആവട്ടെ തൃണമൂൽ അക്രമികൾക്ക് നിർലോഭമായ പിന്തുണയാണ് കൊടുക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് സന്ദേശ് ഗാലിയിലെ സ്ത്രീകൾ കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി മമതാ സർക്കാരിനെതിരെ തെരുവിൽ പ്രക്ഷോഭത്തിലാണ്. തൃണമൂലിന്റെ ഗുണ്ടായിസം അത്രമേൽ സഹിക്കാൻ കഴിയാതായിരിക്കുന്നു. തൃണമൂൽ നേതാവായ ഷെയ്ഖ് ഷാജഹാൻ ഖാന്റെ ഗുണ്ടകൾ ഒരു 13-കാരിയെ റേപ്പ് ചെയ്ത് കൊന്നിട്ടും പോലീസ് അനങ്ങിയില്ല. അത് വിളിച്ചു പറഞ്ഞ ആ അമ്മയെ കേസിൽ കൊടുക്കാനാണ് മമതാ സർക്കാർ ആദ്യം ശ്രമിച്ചത്. ഇതോടെ ജനരോഷം അണപൊട്ടി. BJPയുടെ പിന്തുണയോടെ ഈ വീട്ടമ്മമാർ സമരം തുടരുകയാണ്. അതേസമയം ഇത് രാഷ്ട്രീയ പ്രേരിതമായി ഉണ്ടായ സമരമാണെന്ന് പറഞ്ഞ് വളച്ചൊടിക്കാനുള്ള ശ്രമങ്ങളും തുടരുന്നു. സ്ത്രീകളുടെ പ്രതിഷേധം സ്വയമേ ഉള്ളതാണെന്നും അതിൽ രാഷ്ട്രീയമില്ലെന്നും BJP അവരെ സംരക്ഷിക്കാനും അവരുടെ ശബ്ദം ഉയർത്താനും മാത്രമാണ് ശ്രമിക്കുന്നതെന്നും സംസ്ഥാനത്ത് നിന്നുള്ള BJP MP ലോക്കറ്റ് ചാറ്റർജി പറഞ്ഞു. വർഷങ്ങളായി തൃണമൂലിന്റെ നേതൃത്വത്തിൽ ശരിക്കും ജംഗിൾ രാജാണ് ഇവിടെ നടക്കുന്നത്. പാവപ്പെട്ട ഹിന്ദു, ദളിത്, ആദിവാസികളുടെ ഭൂമി പിടിച്ചെടുത്ത് ചെമ്മീൻകെട്ടും കോഴി ഫാമുകളും തുടങ്ങുക എന്നതാണ് ഷാജഹാന്റെ നേതൃത്വത്തിലുള്ള തൃണമൂൽ ഗുണ്ടകളുടെ ആദ്യ പണി. ചെറുപ്പക്കാരികളും സുന്ദരികളുമായ സ്ത്രീകളെ തട്ടിക്കൊണ്ടുപോയി കൂട്ടബലാത്സംഗം നടത്തുകയും അവരെ മാസങ്ങളോളം ലൈംഗിക അടിമകളായി വെക്കുകയും ചെയ്യുന്ന രീതിയാണ് ഇവിടെ തുടരുന്നത്. മമത ഭരിക്കുന്ന ബംഗാളിൽ തൃണമൂൽ ഗുണ്ടകൾക്കെതിരെ പരാതിപ്പെട്ടിട്ട് കാര്യവുമില്ല. എങ്ങാനും പരാതിപ്പെട്ടാൽ പോലീസും ഗുണ്ടകളും പരാതിക്കാരെ കൈകാര്യം ചെയ്യും. ഇതിനെതിരെയാണ് ഇപ്പോൾ ഗതികെട്ട സ്ത്രീകൾ തെരുവിലിറങ്ങിയത്. ഷെയ്ഖ് ഷാജഹാനും കൂട്ടാളികളും ഇപ്പോൾ ഒളിവിലാണ്. റേഷൻ കുംഭകോണത്തിൽപ്പെട്ട ഇദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് കഴിഞ്ഞ മാസം റെയ്ഡിനെത്തിയ എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥരെ ഗുണ്ടകൾ ആക്രമിച്ച കേസിലാണ് ഷാജഹാനും കൂട്ടാളികളും ഒളിവിൽ പോയത്. സ്ത്രീകളുടെ പ്രക്ഷോഭം ശക്തമായതോടെ പോലീസിന് ഷാജഹാന്റെ കൂട്ടാളിയായ തൃണമൂലിന്റെ ലോക്കൽ നേതാവിനെ അറസ്റ്റ് ചെയ്യേണ്ടി വന്നു. പക്ഷേ മുഴുവൻ പ്രതികളെയും പിടിക്കണമെന്ന് ആവശ്യപ്പെട്ട് സന്ദേശ് ഗാലിയിലെ ആദിവാസികളും ദളിതരുമായ സ്ത്രീകൾ ഇപ്പോഴും സമരത്തിലാണ്. ദേശീയ തലത്തിൽ ഈ വാർത്ത കഴിഞ്ഞ 2 ആഴ്ചയായി നിറഞ്ഞു നിൽക്കുന്നുണ്ട്. പക്ഷേ കേരളത്തിലടക്കം ഈ വാർത്ത വലിയ ചർച്ചയായിട്ടില്ല. ഇനിയോട്ട് ചർച്ചയാവുകയുമില്ല. അത്തരത്തിലാണ് ഇവിടുത്തെ വാർത്താ പ്രാധാന്യം. അതിനിടെ സന്ദേശ് ഗാലി വിഷയത്തിൽ ബംഗാൾ സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ച് ഹൈക്കോടതിയും രംഗത്തെത്തിയിരുന്നു. വിവാദങ്ങളെ തുടർന്ന് DGP കുമാർ സ്ഥലം സന്ദർശിച്ചു. കുറ്റക്കാർക്കെതിരെ കർശന നടപടിയെടുക്കുമെന്ന് അദ്ദേഹം ഉറപ്പു നൽകി. ഭൂമി കയ്യേറ്റം സംബന്ധിച്ച ആരോപണങ്ങളും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. സന്ദേശ് ഗാലിയിലെ ലൈംഗിക അതിക്രമ കേസുകളെ കൂടാതെ ഭൂമി തട്ടിപ്പ് സംബന്ധിച്ച പരാതികളും പ്രതികൾക്കെതിരെ ഉയർന്നിരുന്നു. സന്ദേശ് ഗാലിയിലെ പാവപ്പെട്ട ജനങ്ങളിൽ നിന്ന് 100 കണക്കിന് ഏക്കർ കൃഷിഭൂമിയാണ് പ്രതികൾ കൈക്കലാക്കിയത്. കേസുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തുടനീളം BJPയുടെ പ്രതിഷേധം നടക്കുകയാണ്. സംഭവത്തിൽ പശ്ചിമ ബംഗാൾ സർക്കാരിനെതിരെ ഗവർണർ CV ആനന്ദബോസും രംഗത്തെത്തിയിട്ടുണ്ട്. ഇത് സംബന്ധിച്ചുള്ള സമഗ്ര റിപ്പോർട്ട് അദ്ദേഹം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് സമർപ്പിച്ചു. തിങ്കളാഴ്ച സന്ദേശ് ഗാലി സന്ദർശിക്കുകയും പ്രക്ഷോഭകരുമായി ഗവർണർ സംസാരിക്കുകയും ചെയ്തിരുന്നു. സന്ദേശ് ഗാലിയിലെ നിലവിലെ അവസ്ഥ ഇനിയും തുടരുകയാണെങ്കിൽ അവിടെ മറ്റു ഇറാഖിനും പാകിസ്ഥാനുമുള്ള വടിവെട്ടുന്നതിന് തുല്യമാണ്. ഇത്തരത്തിലുള്ള രാഷ്ട്രീയ അഴിഞ്ഞാട്ടം ഇനിയും തുടരാൻ അനുവദിച്ചുകൂടാ. കഴിഞ്ഞ ദിവസം BJP MPമാർ സ്ഥലത്ത് സന്ദർശനത്തിന് എത്തിയപ്പോൾ പോലും പോലീസ് തടയുകയുണ്ടായി. അങ്ങനെ നോക്കുമ്പോൾ ബംഗാളിൽ രാഷ്ട്രീയ മേൽക്കോയ്മയാണ് വിളയാടുന്നത്. ഉടനടി ഇതിനൊരു പരിഹാരം കണ്ടേ തീരൂ. ഒരു കൂട്ടർ രാഷ്ട്രപതി ഭരണം വേണമെന്ന് ഉന്നയിക്കുന്നുണ്ട്. എന്തു വന്നാലും സ്ത്രീകളും കുട്ടികളും അവിടെ സുരക്ഷിതർ ആയിരിക്കട്ടെ.